നമുക്ക് ഇതുപോലുള്ള പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടർപ്പൻറ്റുകൾ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുക? അതല്ലെങ്കിൽ ഏത് ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കാം? സ്പീഡിൽ ഉണങ്ങുന്ന ടർപ്പൻറ്റുകൾ ചിലപ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വര ആകെ അങ്ങ് കുളമായി പോകും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. ഇത് അവിടെ വെക്കുന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. നമ്മളൊരു D30 ടിന്നറൊക്കെ പോലെയാണ് ഈ ഒരു ടർപ്പൻറ്റ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയ വരയ്ക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ബ്രഷൊക്കെ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വര നമ്മൾ വിചാരിച്ചതുപോലെ വൃത്തിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ബ്രഷുകൾ യൂസ് ചെയ്താലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. നമുക്ക് ഓരോ സ്ഥലത്തും വർക്കിനനുസരിച്ചിട്ട് അവിടെ വേണ്ട ഫിനിഷിങ്, അവിടെ വരയുടെ സ്പീഡ് എത്ര, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബ്രഷുകളുടെ വലിപ്പം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. കാരണം പെട്ടെന്ന് വരയ്ക്കേണ്ട സ്ഥലങ്ങളിൽ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നീങ്ങില്ല. അതിപ്പോൾ നമ്മൾ ഒരു വാളിൽ 4-5 ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കുന്നതും കമ്പി അടിക്കുന്ന ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കുന്നതും റോളർ കൊണ്ട് പെയിൻ്റ് അടിക്കുന്നതും ഒക്കെ വ്യത്യസ്തമായ സ്പീഡുകളിലാണ്. അതേ സിസ്റ്റം തന്നെയാണ് ഈ ഒരു വുഡ് ഡിസൈൻ വരയ്ക്കുന്ന സ്ഥലങ്ങളിലും. പിന്നെ നമുക്ക് വെറുതെ ലൈൻ ഇട്ടാൽ മതി എന്ന് വെച്ചാൽ ഇതുപോലുള്ള അകമൊക്കെ അടിച്ചു വരുന്ന ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കാം. നമ്മൾ അതുപോലുള്ള ബ്രഷുകൾ കൊണ്ടൊക്കെ ചില ഏരിയകൾ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ലൈൻ ഇടാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് വരയുടെ ഫിനിഷിങ്ങൊക്കെ വേണമെങ്കിൽ കൂട്ടാനും അതുപോലെ അതിൻ്റെ പെർഫെക്ഷനൊക്കെ ആക്കിയിട്ട് നമുക്ക് ലൈൻസൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ചില സ്ഥലങ്ങളിൽ അതുപോലെ സമയമൊന്നും എടുത്തിട്ട് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വർക്ക് തീർക്കണം, നാളെ വീട് താമസമാണെന്ന് പറയും ചില ആളുകൾ പറയും ഇത് ഒരു ലൈൻസ് പോലെയൊക്കെ മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വലിയ ബ്രഷുകൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടർപ്പൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം വലിയ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഏരിയ പെട്ടെന്ന് തന്നെ ഒരു ഡിസൈനായിട്ട് മാറിപ്പോകും. അപ്പോൾ നമുക്കത് ഡ്രൈ ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഡിസൈനാക്കി എടുക്കാനും വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്ന ടർപ്പൻറ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി വലിയ ബ്രഷുകൾ യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടെ സിമ്പിളായിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലുള്ള വലിയ ബ്രഷുകൾ കൊണ്ട് വരച്ചതിന് ശേഷം ഇതിനിടയിലൊക്കെ വേണമെങ്കിൽ ചെറിയ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ലൈൻസൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ വരയ്ക്ക് ഒന്നുകൂടെ ക്ലാരിറ്റിയൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ചില സൈറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മളോട് പറയും വളരെ സിമ്പിളായിട്ട് മതി, വളരെ ഫാസ്റ്റായിട്ട് വേണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു രീതി മാത്രമേ അവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.